ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എൻ്റെ റെസിപ്പിയല്ല, അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒക്കെ ഷെയറാക്കി തന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അതായത് തണ്ണിമത്ത ഐസ്ക്രീം. ഞാൻ ഇതുപോലത്തെ റെസിപ്പി ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ്. അപ്പം എന്തുണ്ടെങ്കിലും ഇതുപോലെ ഷെയറാക്കി തരും കേട്ടോ, ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. ചിലത് നമുക്ക് സ്കിപ്പാക്കി കളയാം, കാരണം ചിലത് അവർ എന്താ പറയുക, ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്കത് കാണുമ്പോഴേ അറിയാം. അപ്പോൾ അതിലോട്ട് ഞാൻ പകുതി തണ്ണിമത്ത എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. 10ൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്തിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ്, അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഇടുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പാക്കി കളയാം. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി അടിച്ചത്, മിക്സിയിലിട്ടൊന്ന് ജാറിലിട്ട് അടിച്ചതിന് ശേഷം അത് നമ്മൾ തിരിച്ച് വീണ്ടും ആ ഒരു എന്താ പറയുക, തണ്ണിമത്തൻ്റെ ആ ഒരു തോടിലോട്ട് തന്നെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി ഇട്ട് കുറച്ച് ചോക്കോ ചിപ്സ്, ആർക്കും പിന്നെ ബ്ലാക്ക് വേണ്ട, ചോക്ലേറ്റിൻ്റെ വേണ്ട, വൈറ്റ് മതി എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാണ് തണ്ണിമത്തൻ ഐസ്ക്രീം. എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ പരീക്ഷണം? ഇതാണ് തണ്ണിമത്തൻ ഐസ്ക്രീം. എങ്ങനെയുണ്ട് ഗൈസ്? സംഭവം തിരക്കേടില്ലായിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് കഴിച്ചാൽ ഉടനെ തലവേദന വരും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും